എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും മനസ്സ് നിറയ്ക്കാനും നിത്യവും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ജ്യൂസ് വീഡിയോ ആണ്. ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതിയാകും നമ്മുടെ വയറ് നിറയാനും അതുപോലെ നല്ല ശരീരത്തിന് തണുപ്പൊക്കെ കിട്ടാനും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു മിൽക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം. ഇതിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റിലാണ്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്ന് തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ അരികു ഭാഗത്ത് നിന്നെല്ലാം പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. നിങ്ങൾ കരിഞ്ഞു പോകുന്നോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. പാൻ ചൂടായി വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതിയേ. പഞ്ചസാര ഇപ്പോൾ നല്ല പോലെ ഒന്ന് മെൽറ്റായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടെ പഞ്ചസാര ഒഴുകി വരേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിതൊന്നും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, പഞ്ചസാര ഇപ്പോൾ നല്ലപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം കുറച്ച് തരിയൊക്കെ ഉണ്ട്. അതൊന്നും മെൽറ്റായി വരണമെന്നൊന്നും ഇല്ല കേട്ടോ. അതെ, ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാലും ഞാൻ പിന്നെ ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇനി ഈ പാല് ചൂടാറി വരാനായിട്ട് കുറച്ച് താമസം എടുക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ പാലും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ലേ. ഇങ്ങനെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റിക്കിയായി വരും. പാല് കുറച്ചല്ലേ ഉള്ളൂ, പൊങ്ങി പാല് പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണേ. നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു പാല് ഒന്ന് ചൂടാറ്റി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പാലിന്റെ ചൂടൊന്ന് ആറി വരട്ടെ. ആറി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പാല് കൂടെ ചേർത്തിട്ട് വേണം ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. പാല് തിളപ്പിച്ച് ആറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 കദളിപ്പഴമാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ കദളിപ്പഴമാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാലിപ്പൂവൻ പഴം എടുക്കുക. അതുപോലെ തന്നെ റോബസ്റ്റ പഴവും എടുക്കാവുന്നതാണ്. നമുക്ക് ഈ പഴം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പഴം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാരയും ബാക്കി തിളപ്പിച്ച പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്കയുടെ തോല് കളഞ്ഞതിന് ശേഷം ഇതിന്റെ ആ ഒരു കുരു ചേർക്കാം. ഏലക്ക കുരു ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് അരച്ചിട്ടുള്ള ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ കറക്കി എടുത്തിട്ട് വരാം. നല്ലതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 2 ഗ്ലാസ് എടുത്ത് വെക്കുക. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. ഇനി നമുക്കിതിന്റെ മേലെയായിട്ട് കുറച്ച് കോഫി പൗഡർ കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും മനസ്സ് നിറയ്ക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് ജ്യൂസ് എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.